ഊട്ടിയിലെ ആദ്യ ദിവസം രാത്രി താരു കട്ടിലിൽ കിടന്നിട്ടേ ഇല്ല. അന്ന് നൈറ്റ് ഫുള്ള് അവനെ ഞാൻ ദേഹത്ത് വെച്ചാണ് ഉറക്കിയത്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ വെച്ച് ഇങ്ങനെ നമ്മൾ നോക്കുമല്ലോ ടെമ്പറേച്ചർ, വെതർ ടുഡേ നോക്കുമല്ലോ, അപ്പം നോക്കിയപ്പോൾ 20-21 കണ്ടേ. പക്ഷേ ഇന്നലെ ഇവിടെ 10-11 ആയിരുന്നു രാത്രി. മൊത്തത്തിൽ പറ്റണില്ലാണ്ടായി ഒരു രാത്രി കൊണ്ട് തന്നെ. കൊച്ചു അഖിലേട്ടനൊക്കെ ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി. പക്ഷേ എൻ്റെ ഉറക്കം ശരിയായില്ല. കാരണം കൊച്ചിനെ ഞാൻ ആ കട്ടിലിൽ കിടക്കുന്നില്ല. ഇവിടെ എല്ലാത്തിനും ഒരു തണുപ്പാണ് കിടക്കൊക്കെ. അപ്പോൾ ഇവൻ കട്ടിലോട്ട് ഇവിടെ വെച്ചാൽ ഇവൻ എനിക്ക് വരും. അപ്പോൾ ഇവനെ ഞാൻ മൊത്തം ദേഹത്ത് വെച്ചാണ് ഉറക്കിയതൊക്കെ. അപ്പോൾ എൻ്റെ ഉറക്കം ശരിയായില്ല. കുട്ടിയുടെ അച്ഛൻ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അവൻ വലിയ കുഴപ്പമില്ല. പക്ഷേ അവന് ഈ ക്ലൈമറ്റ് മാറിയതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് കുറച്ച് മെഡിസിൻസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ബാക്കി നെബുലൈസ് ചെയ്യാനായിട്ടൊരു മെഡിസിൻ വാങ്ങിക്കാൻ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ പോയേക്കാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നലത്തെ ഒരു വിശേഷം ഉണ്ടായത്. അച്ഛനപ്പോൾ എനിക്ക് കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പോയത്. ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയെ ഞാൻ നൈസായിട്ട് അപ്പുറത്ത് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും മുറിയിലോട്ട് ആക്കി കൊടുത്ത്. കാരണം എനിക്ക് ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്കിയത്. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാമെന്ന്. ഇനിയിപ്പോൾ ഇന്ന് ടോയ് ട്രെയിനിൽ പോകുന്നുണ്ട്. അതാണ് ഒരു മെയിൻ പരിപാടി ഉള്ളത്. ആ ടിക്കറ്റ് കൺഫേം ആയിരുന്നില്ല, പക്ഷേ ഇന്നിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കും അറിയില്ല. നമുക്ക് കണ്ടറിയാം. കുട്ടിയുടെ അച്ഛനിട്ട കാപ്പിയൊക്കെ ഒന്ന് കുടിച്ചു നോക്കാം നമുക്ക്. മാർവേലിയൂസ്. ഞാൻ രാവിലെ തന്നെ താരുവിനൊരു മെഡിസിൻ മേടിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. ഇതാണ് ആ മെഡിസിൻ. ഇത് അവന് ഡോക്ടർ എഴുതി കൊടുത്താണ് നാട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അവനിങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നെബുലൈസ് ചെയ്യുക. അപ്പോൾ ഒരു പോർട്ടബിൾ നെബുലൈസർ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പോർട്ടബിൾ നെബുലൈസർ. അപ്പോൾ ഇത് മേടിക്കാനായിട്ട് ഞാൻ പുറത്തോട്ട് പോയപ്പോൾ ഭയങ്കര തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തണുപ്പാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ ഇതൊക്കെ ഭയങ്കര തണുപ്പ് തന്നെയാണ്. ഇന്നലെ നൈറ്റ് ഞാൻ എപ്പോഴും ഫോൺ നോക്കിയപ്പോൾ വെതർ 9-8 കണ്ടായിരുന്നു. ഞാൻ നിർത്തി വെച്ചു. എന്നിട്ട് വെളുപ്പൊക്കെ ആയപ്പോൾ ഒരു 10 എത്തി. പുറത്ത് ഞാൻ പോകുന്ന സമയത്ത് 12 അപ്പോൾ ഞാൻ കുറേ മെഡിക്കൽ ഷോപ്പിൽ കയറി. അപ്പോൾ ഇത് അവന് കൊടുക്കുന്നത് ഹൈപ്പർ നെബ് 3% എന്നുള്ളതാണ്. എല്ലായിടത്തും ഹൈപ്പർ നെബ് 7% ഉള്ളത്. അപ്പോൾ ഞാൻ കുറേ അടുത്ത് പോയിട്ട് ലാസ്റ്റ് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയ സമയത്ത് ഒരാളവിടെ ഉണ്ടായിരുന്നു. ഒരാളവിടെ അങ്ങനെ എന്തോ പണിക്ക് പോകാനായിട്ടങ്ങ് നിൽക്കുന്നത്. അയാളുടെ പേര് സെന്തിൽ എന്നാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഞാൻ അവിടെ മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞ് ഞാനിങ്ങനെ കുറേ അടുത്ത് നോക്കി കിട്ടുന്നില്ല, കുഞ്ഞിന് വേണ്ടിയാണ്, അവനിങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ കാണിക്കുന്നുണ്ട്, ഇതെനിക്ക് ഒരു 10 മണിക്കെങ്കിലും എടുത്തു തരാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു, ബ്രോ എന്നെ പ്രശ്നം എന്നൊക്കെ തമിഴാണ് പുള്ളി. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ബൈക്ക് കയറ്റി. ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കിത് മേടിക്കേണ്ടതൊരു ആവശ്യമായതുകൊണ്ടും ഞാൻ പിന്നെ ബൈക്കിൽ കയറിയിട്ട് പുള്ളി ഒരു 4-5 മെഡിക്കൽ ഷോപ്പിൽ പോയി. 4-5 മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടും ഈ മരുന്ന് കിട്ടിയില്ല. ഇത് പിന്നെ ലാസ്റ്റ് പുള്ളിക്കൊരു ഒരു കുറച്ചിലായി എന്നുള്ള രീതിയിൽ പുള്ളി ലാസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ പുള്ളിയുടെ ഫാർമസിയിൽ ജോലി ചെയ്യുന്നൊരു പരിചയക്കാരനുണ്ട്. അയാളെ വിളിച്ചിട്ട് ഈ മരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്നെയും കൊണ്ട് അവിടെ പോയി. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് പുള്ളി എനിക്ക് ഈ മെഡിസിൻ മേടിച്ചു തന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു വരുന്ന നേരത്ത് പുള്ളിക്ക് ഒരു 500 രൂപ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തപ്പോൾ പുള്ളി ഒരു വിധത്തിൽ വാങ്ങത്തില്ല. പുള്ളി എന്നെ ഇവിടെ താഴെ ആക്കി തന്നു, റൂമിൻ്റെ താഴെ. പുള്ളി ഒരു വിധത്തിൽ വാങ്ങത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞൊരു സംഭവമാണ്, ഈ പുള്ളിയുടെ കൊച്ച് മരിച്ചു പോയതാണ്. അത് എന്തോ റെസ്പിറേറ്ററി പ്രശ്നം വന്നിട്ടൊക്കെ മരിച്ചു പോയതാണ്. ചെറുപ്പത്തിൽ തന്നെ ജനിച്ച് കുറച്ച് നാൾ ആയപ്പോൾ തന്നെ മരിച്ചു പോയതാണ്. അപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ഇത് വെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ തമിഴിൽ കുറേ സംസാരിച്ചു.
ഒരു മനുഷ്യനെ കണ്ടു. അത് എൻ്റെ ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര പോസിറ്റീവാക്കി തന്നു. സോ ഹാപ്പി. ഇതുപോലുള്ള ആൾക്കാരുണ്ട് ഇവിടെ ഊട്ടിയിൽ വരുന്ന സമയത്ത്. നല്ല ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാനും ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒരു ഹാപ്പിനെസ് അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു ട്രാവൽ ഇതുപോലെ തണുപ്പുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെ ട്രാവൽ ചെയ്താലും എസെൻഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്യുക. മെയിനായിട്ട് മോയ്സ്ചറൈസർ എടുക്കുക. നമ്മളെ കൈയൊക്കെ ഡ്രൈ ആയിട്ട് പരിപ്പളവി നമ്മുടെ കൈയുടെയൊക്കെ. പിന്നെ പുറത്ത് ട്രാവൽ ചെയ്യാൻ പോകുന്നവർ ബേബീസുള്ളവർ കരുതേണ്ട ഒരു സാധനമാണ് ഇത്. ഡൈപ്പർ ഡിസ്പോസിബിൾ ബാഗാണ്. അതായത് അപ്പിയിട്ട ഡൈപ്പർ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നൊരു ബാഗാണ്. കാരണം അതിൽ അപ്പിയാണ് നമുക്ക് വീട്ടിൽ ഡിസ്പോസ് ചെയ്യുന്ന നമുക്ക് പുറത്ത് പോകുമ്പോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് മേടിച്ച് വയ്ക്കുക. ഞാനിത് സെപ്റ്റോന്ന് ഓർഡർ ചെയ്ത് വരുത്തിയാണ്. ഓൺലൈനിലൊക്കെ കിട്ടുമായിരിക്കും. ഇത് ഡൈപ്പർ ഡിസ്പോസിബിൾ ബാഗ് എന്ന് അടിച്ച് വയ്ക്കുക തന്നെ കിട്ടും. സാനിറ്ററി പാഡ്, ഡിസ്പോസിബിൾ ബാഗ്, അത് തന്നെ സംഭവം. ഇത് കൈ വെച്ചിരിക്കുന്നത് കുറച്ച് നല്ലതാണ്. ഞങ്ങൾ ഊറ്റിയിലുണ്ട്. ഞങ്ങൾ ഊറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോനേനെ. ഇത് താരുവാണ്. ത്രാണക്ക താരു അല്ലേ പൂജ പൂജ. അത് നടക്കാൻ പോയി. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റൂമിൽ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, തിരിച്ചു വരും. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ കോഡോറിലായിരിക്കും ഇരിക്കണേ. ഹലോ, എൻ്റെ പേര് താരിയാണ്. ഊട്ടിച്ചട്ടമ്പി. താരിയാണ് എൻ്റെ പേര്. തൊപ്പി വെച്ചിട്ട് കൊച്ചിൻ്റെ മുഖം തെളിഞ്ഞിട്ടില്ല. തൊപ്പി ഇഷ്ടപ്പെട്ടിട്ടില്ല അവന്. പിന്നെ തണുപ്പായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ ഉള്ളൂ. തണുത്ത് വിരച്ച് പോകും നമ്മൾ. എന്നെ വീട്ടിൽ ഞാൻ പോട്ട് വിട്ടോടാ. ഹാപ്പി ബർത്ത്ഡേ ഷീലു. ഷീലുവിന് ഇനി അടുത്ത് 70, 80, 90, 87 മതി കേട്ടോ. 100 വരെ 100 വർഷം വരെ ജീവിക്കാനുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, പോകുമ്പോഴും വരുമ്പോഴൊക്കെ സ്നേഹം. പ്ലേറ്റുകൾ നമ്മൾ കഴിയണമെന്നാണ് അവസ്ഥ. ഫുഡാണുണ്ടോ? ഇപ്പൊ തണുപ്പ് കുറഞ്ഞ്. സൺബാത്തിന് പോയതാണോ? സൺബാത്തിന് പോയതാണോ? ഇപ്പൊ വെയില് കുറഞ്ഞപ്പോ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. കുമാരൻ കുതിരപ്പുറത്ത് നടന്നു വരുന്നു. പിടിച്ചോ നീ. ഇതെന്നെ കാണിക്കും. ഫുൾ സന്നാഹമായി പടത്തലവൻ പോവുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോർട്ടബിൾ നെബുലൈസർ. വലിയ നെബുലൈസർ കൊണ്ടുപോകാൻ പറ്റാത്തവർക്ക് ഇത് കൊണ്ടുപോകാം. എന്ത് ചെയ്യണത്? നെബുലൈസ് ചെയ്യണ അപ്പൂപ്പ. ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ജില്ലണ്ടം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ബുക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. ബുക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. വെടിക്കെട്ടുണ്ട്. വെടിക്കെട്ട് ഇടയ്ക്ക് അവ ഇടാറുണ്ട്. ആ വെടിക്കെട്ടിന് ചെറിയ മണം ഉണ്ടാകാറുണ്ട്. ഷീലയ്ക്ക് വേണ്ടി നമ്മൾ റോസ് ഗാർഡനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ പാർക്കിങ്ങിന് 100 രൂപ മേടിച്ച്. ഇനി എൻട്രി ടിക്കറ്റിനും ഉണ്ട് കാശ്. ഇന്ന് താരുവിൻ്റെ അപ്പൂപ്പനും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം. അയ്യോ,
75 രൂപ വെച്ചിട്ട് 4 പേർക്ക് 300 രൂപ വെച്ച്. ഇത് ഗവൺമെൻറ്റിൻ്റെയാണ്. ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ടായിരിക്കും അവർക്ക് കാശിൻ്റെ പ്രശ്നമുള്ള. ചെടിക്ക് വെള്ളമൊന്നും ഒഴിക്കാറില്ലെന്ന് തോന്നുന്നു. കിലോ ഇതാണ് റോസ് ഗാർഡനിലെ റോസ് കേട്ടോ. ഇതിലെവിടെ റോസ്? ഇതിലെവിടെ റോസ്? അമ്മയ്ക്ക് പിന്നെ എവിടെ ഗാർഡൻ ഉണ്ടോ അവിടെ പോയിരിക്കണം എന്നൊരു നേർച്ചയുള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു ഗാർഡൻ ഇല്ലേന്ന് ചോദിച്ചു. തണവും മഞ്ഞൊക്കെ ഉള്ളടത്ത് പൂക്കൾ ഇങ്ങനെ നിൽക്കണമെങ്കിലേ ഈ ജോലിക്കാർക്ക് ഉത്തരവാദിത്വ ബോധം ഇല്ല. എന്നിട്ടാണ് ഗവൺമെന്റ് ജോലിക്കാരാണല്ലോ ഇവര്. അല്ല അവര് പറഞ്ഞത് മഴ പെയ്തെന്നാണ് അവര് പറഞ്ഞത്. മഴയൊന്നും അടുത്തൊന്നും ഇവിടെ പെയ്തിട്ടൊന്നുമില്ല. അച്ഛൻ പറയണത് അവരങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ എല്ലാ വർഷവും ഈ സമയത്ത് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ. ആണ് നമ്മൾ വന്നതിന്റെ പ്രശ്നമാണ്. അച്ഛൻ പറയുന്നത് നമ്മൾ വന്നതിന്റെ പ്രശ്നം എന്നാണ്. ഫ്ലവേഴ്സ് ഒക്കെ ഒരു സീസണില്ലേ, സീസണിലല്ലേ ഉണ്ടാവണേ. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് പറയാൻ പാടില്ല. അവരെ കുറ്റം പറയാൻ പാടില്ലെന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ നമ്മൾ 300 രൂപ കൊടുത്ത് വരുമ്പോൾ എന്തെങ്കിലും പൂ വേണം, എന്തെങ്കിലുമൊക്കെ കുറച്ച് പൂ വേണം. അല്ല ഒന്നുമില്ല എന്നല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പൂ കുറവാന്നാണ് പറഞ്ഞത്, കമ്മി പൂ എന്നാണ് പറഞ്ഞത്. ഊട്ടി അത്ര പിടിച്ചിട്ടില്ല. ശരി വിചാരിച്ചത് ഊട്ടി എന്തോ വലിയ സംഭവം എന്നാണ്. ഊട്ടി ഭയങ്കര ചട്ടിയാണിത്. ശരി ഇത് തമിഴ് ജനങ്ങൾ പാത്താൽ ഉങ്ങളെ കൊണ്ടു വിടുവാങ്കൾ കേട്ടോ. ശരി ഇത്രേ ഉള്ളു മട്ടാഞ്ചേരി. മട്ടാഞ്ചേരി എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇപ്പോഴും. ശരി ഊട്ടി കൊടൈക്കനാൽ കുറച്ച് രസമുണ്ട്. അതുകൊണ്ടാണ് കൊടൈക്കനാൽ തന്നെ പോണം. അത് മുമ്പ് ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യമായി ഇവർക്ക് ചെറിയൊരു അത്ഭുതം. അവിടെ എന്താ അത്ഭുത ദ്വീപുണ്ടോ? ഞങ്ങനെ എളുപ്പൊക്കെ അടിക്കും കേട്ടോ ഗൈസ്. അതെന്താണ് കണ്ടത്? അവിടുത്തെ ബില്ലെങ്ങനെ കണ്ടിട്ടാണ് മറ്റേ സൂയിസൈഡ് പോയിന്റ് ഒക്കെ ആയിരിക്കും. ഓ സൂയിസൈഡ് പോയിന്റ് അതല്ല ഡോൾഫിൻ ഹൗസ്. അതൊരു അഡ്വഞ്ചർ സംഭവമായിരുന്നു ഡോൾഫിൻ ഹൗസ്. പക്ഷെ അവിടെയൊക്കെ അമ്മനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മനെ പിന്നെ എടുത്തോണ്ടിട്ടുണ്ട്. അമ്മ അച്ഛനും പോയി കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പം കയറി വരുമായിരിക്കും. ശീലു അത്യാവശ്യ നിലയിൽ ICUവിൽ അഡ്മിറ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. ചുമ്മാ അവിടെ കാണാൻ പറ്റൊന്നുമില്ല. ഇതാണ് മോഡീസ്. മോഡീസ് കൂട്ടിപ്പോയ റോസ് ഗാർഡന്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞങ്ങൾ നേരെ പോയത് മോഡീസിലോട്ടാണ്. ഊട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റീൽസിലും കാണുന്ന ഒരു പേരാണ് മോഡീസ്. അപ്പം എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യണമല്ലോ. എങ്ങനെയുണ്ട്? ഹോട്ട് ചോക്ലേറ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. എനിക്ക് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അച്ഛന് പിന്നെ പൊതുവെ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇന്നലെ ആരോ ചോദിച്ചേ തണുപ്പത്ത് ആരാണെന്തോ ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നത്. ആരാണെന്തോ പറഞ്ഞത് തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഷീലിത ഐസ്ക്രീം കഴിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് ലൗഡേലിലോട്ടാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ടോയ് ട്രെയിനിൽ കയറുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. 2 വശത്തും മരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. അച്ഛനും കൊച്ചും അവരൊക്കെ അവിടെ ഇരുന്നു. നമ്മളൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാനും എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ.
അവൻ ഈ ലോകത്ത് വേറെ ആരില്ലെങ്കിലും ഇച്ചിരി ഫോർമുല മിൽക്കും എൻ്റെ അപ്പനും ഉണ്ടെങ്കിൽ അവൻ ഹാപ്പി ആയിരിക്കും. ഹലോ ആ അമ്മമ്മ വേണം. താജു എവിടെ പോവാനാ? ടോയ് ട്രെയിനിക്ക് പോവാനാ. താജുവിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അകത്തൊരു റോംബസ്, പുറത്തൊരു പാൻറ്റ്, പിന്നെ ഒരു ജാക്കറ്റ്, അങ്ങനെ ഫുൾ സെറ്റാണ്. കൊച്ചൻ്റെ കളി നേരത്തെ കാണാൻ എന്തോ ചിരി. എടാ എടാ കള്ള കുട്ടനാണ് നീ. അറിയാം വ്ളോഗിന് വരുമെന്ന്. ഇതാ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ ദൂരേന്ന് വരുന്നുണ്ട്. അങ്ങോട്ട് പോ. ഇതാണ് നമ്മുടെ ടോയ് ട്രെയിനിൽ നിന്ന് കിട്ടുന്ന ഊട്ടിയുടെ മനോഹരമായിട്ടുള്ള വ്യൂ. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ടോയ് ട്രെയിനിൽ കയറുന്നത്. താരൂന് എന്ത് ടോയ് ട്രെയിൻ, അവന് പാല് കുടിക്കണം, ഉറങ്ങണം, അത്ര തന്നെ. നമ്മൾ കൂനൂരാണ് ഇറങ്ങിയത്. അക്കി ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല. അക്കി ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി കൂനൂർ വന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിൽ പോയി. എനിക്ക് പേഴ്സണലി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും അവരുടെ ഇഷ്ടമാണല്ലോ എൻ്റെ ഇഷ്ടം, അതുകൊണ്ട് കൂടെ ഞാനും പോയി. അവരെല്ലാവരും മീൽസ് കഴിച്ചപ്പോൾ ഞാൻ പാവം ഫ്രൈഡ് റൈസ് കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ സിംസ് പാർക്കിൽ പോയി. പാർക്ക് കണ്ടേ ഞാൻ ഇങ്ങനെ വിജനതയിൽ ഒറ്റയ്ക്ക് നടക്കാം. എന്താണ് ഇഷ്ടപ്പെടാൻ പറ്റിയൊന്നും കണ്ടില്ല. അപ്പൊ ഈ പാർക്കിന് അമ്മ കൊടുക്കുന്ന റേറ്റിംഗ് എത്ര? ഔട്ട് ഓഫ് 5. നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റുന്ന 3-4 പേര് ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ? ഒരു സെക്കൻഡ്, എന്താ ഏതുപോലെ ഉണ്ട്? ഉണ്ട്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട് ഒരു പോയിന്റ്. സിം പാർക്കിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഷീലുവാണ് ഇതിൻ്റെ മെയിൻ ആള്. ഷീലു ഓരോ മരങ്ങളാണ് ഇവിടുത്തെ പ്രാധാന്യമുള്ളത്. പണ്ട് കാലത്തെ ആൾക്കാർ വെച്ചിട്ട് ഇതാ ബ്ലാക്ക് പൈൻ കണ്ടോ, ഇത് പൈൻ മരമാണ് കേട്ടോ. ആ ആണിയൊന്നും വലിച്ച് ഊരെടുത്ത് ഷീല്. അതൊക്കെ കാര്യങ്ങളൊക്കെ തളച്ചിട്ടുള്ള തമിഴ് പ്രേതങ്ങൾ അവരൊക്കെ തളച്ചിട്ടുള്ള. ചോറ്റാനിക്കരയിൽ നിന്ന് ആരാണ് ഞാൻ കുറച്ച് ചോറ്റാനിക്കര കാഞ്ഞനത്ത് ആണി നിറച്ച് പ്രേതങ്ങളെ വെക്കും. ആണി ഉരുക്കൊണ്ടുവന്ന ആളാണിത്. കോൺട്രസി. ആ രുദ്രാക്ഷമരം. ഇത് രുദ്രാക്ഷമരം. അതിന് പോയിന്റ് ഉണ്ടോ ഷിലുവിൻ്റെ വക 2 പോയിന്റ്. അപ്പോൾ സിംസ് പാർക്കിന് 2 പോയിന്റ്. രുദ്രാക്ഷമരം ആദ്യമായിട്ടാണെന്ന് നമ്മളെ തിരുവനന്തപുരത്ത് കുറേ ഉണ്ട്. ഇറക്കി ട്രിവാൻഡ്രത്ത് ഒരുപാടുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് രുദ്രാക്ഷമരം. രാവിലെ വന്ന റോസ് ഗാർഡനേക്കാൾ എന്തായാലും കൊള്ളാം. ഇത് കൊള്ളാം. സിം പാർക്ക് അത്യാവശ്യം ഉണ്ട്. ഗുഡ്. കുറച്ച് സമയം ചിലവഴിക്കാനും ഇങ്ങനെ പുൽത്തകടിയിൽ വന്നിരിക്കാനും ഒക്കെ പറ്റുന്നൊരു അടിപൊളി പരിപാടിയാണ്. അപ്പം നിങ്ങൾ കരുതും തത്വമ എവിടെയാണ്? തത്വമ മീൻസ് താരൂട്ടൻ എവിടെയാണ്? താരൂട്ടനെ നമ്മൾ ഒഴിവാക്കി. താരൂട്ടനെ അവൻ്റെ അപ്പൻ്റെ അമ്മമ്മയെ ഏൽപ്പിച്ചിട്ട് നമ്മളിങ്ങനെ സല്ലപിക്കാനും സംസാരിക്കാനും അവർ ടൈമിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇത് കൊള്ളാം. ഇത് കൂണൂറാണ്. ഇനി കൂണൂറിൽ നിന്ന് പറ്റിയ ഒരു സ്ഥലം കൂടെ പോയിട്ട് വേണം ഊട്ടിയിലേക്ക് തിരിച്ചു പോകാൻ. ഒരു 18 കിലോമീറ്റർ സംതിങ് ഉണ്ട് ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട്. മൂലയിൽ കഷ്ടപ്പെട്ട് പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ടോ ഒരു സംഘം പരിചയമുള്ളവരായിരുന്നു. ഇറങ്ങി അത്ര എളുപ്പമല്ല കേട്ടോ തിരിച്ചു കയറാൻ, ഇരിപ്പായി പോവും. അപ്പം ഞാനും ഗ്രീഷ്മയും ഒന്ന് പുറത്തു പോവാണ്. താരൂട്ടനെ നൈസായിട്ട് അവളെ ഉറക്കി അവളുടെ അപ്പൂപ്പനെയും അമ്മമ്മയും അവൻ്റെ അപ്പൂപ്പനെയും അമ്മമ്മയും ഏൽപ്പിച്ചു. അവർ നോക്കിക്കോളും. നമ്മളൊക്കെ ഒന്ന് കുറച്ച് കറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
രാവിലെ മോഡീസിൽ പോയപ്പോൾ കുറച്ച് സാധനമൊന്നും മേടിക്കാൻ പറ്റില്ല. വാങ്ങാൻ പറ്റിയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പറയും എന്തിനാ ഇത് വാങ്ങണേ വാങ്ങിക്കും. വണ്ടി എടുക്കാൻ പാർക്കിങ്ങിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് വി ആർ ട്രാപ്പഡ്. കാരണം വണ്ടി എടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വണ്ടി ഏറ്റവും ബാക്കിലാണ്, ഫ്രണ്ടിൽ ഇത്രയും വണ്ടിയുണ്ട്. പിന്നെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച്. വണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ടൊരു ഓട്ടോ വിളിച്ച് പോകേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ ആദ്യം പോയത് നമ്മൾ രാവിലെ പോയ മൂഡീസില്ലേ അവിടേക്കാണ്. രാവിലെ അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഇനി പോയിട്ട് വേണം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. രാവിലെ നമ്മൾ എടുത്തില്ല. ചെറിയ ചോപ്പലി ഫുഡ് ഓർഡർ ചെയ്തു. ഷീനുവിൻ്റെയും ഫുഡ് ഓർഡർ ചെയ്തു. പക്ഷേ ലേറ്റാവും. ഒരു ഇപ്പം തന്നെ അരമണിക്കൂറിന് മേളിൽ വെയിറ്റ് ചെയ്തു. ഇനി ഒരു ചെറുക്കൻ മേടാന്ന് പറഞ്ഞിട്ട് കോളും. സാധനം കിട്ടിയ ഒരു വിധത്തിൽ 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തതാണ്. ഷീല അവിടെ കിടന്ന് വിളിക്കുകയാണ്. ഷീല സീനാവുന്നു. ചിക്കൻ കബാബ്, ചപ്പാത്തി, ദാൽ കറി ഇതൊക്കെയായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. അന്നത്തെ ഫുഡ് അമ്മയുടെ ബർത്ത്ഡേ വകയായിട്ട് അമ്മയും അച്ഛനും കൂടെ സ്പോൺസർ ചെയ്തതാണേ. ഡേ 3 ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം കഴിച്ച് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. ഇന്ന് നമ്മൾ ഊട്ടിയിലെ ലാസ്റ്റ് ഡേ. നാളെ രാവിലെ നമ്മൾ പോകുമ്പോൾ അതിന് മുമ്പ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഷീല് ഗുളി കഴിച്ചില്ല. ഷീല് വാൾ വയ്ക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ കുറച്ച് സ്ഥലത്ത് അധികം ദൂരങ്ങളിൽ പോകുന്നുണ്ട്. ഷീല് കുഴപ്പമുണ്ടോ? അത് അങ്ങോട്ട് ഊട്ടിയിലുള്ള സ്ഥലം തന്നെ, പക്ഷെ കുറച്ച് ദൂരം ഉണ്ടാവും. ഒരു ½ an hour ജേർണി. അതൊന്നും കുഴപ്പമില്ല. അതെ, കുഴപ്പമുണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. അതെ അതെ അതെ. കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ യാത്രയിൽ. നമ്മൾ ആദ്യം സ്പോട്ട് കണ്ടുപിടിച്ചവിടത്തേക്ക് നമുക്ക് എത്താൻ സാധിച്ചില്ല. അവിടെ റോഡ് ബ്ലോക്കായിരുന്നു. നമുക്കാണെങ്കിൽ ഛർദ്ദിക്കാനും വരുന്നുണ്ട്. ഞങ്ങളൊന്ന് ഷർട്ട് ചെയ്തായിരുന്നു. അമ്മയൊന്ന് ഓക്കെ ആയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ഒരു ഷൂട്ടിംഗ് സ്പോട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. താരുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നുണ്ട്. അവനങ്ങനെ കരഞ്ഞ് അതും ഇടങ്ങേറാവും. പിന്നെ നമ്മൾ ആ ഷൂട്ടിംഗ് സ്പോട്ടിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ ഉള്ള ആളിൻ്റെ പേര് താരു. ഹലോ താരു. ഹായ് താരു. ഹലോ താരു. വാർദ്ധക്യ പെൻഷൻ വന്നിട്ടുള്ള അമ്മ ഇതൊക്കെ ഒരു ലൈഫിൽ ചലഞ്ചായിട്ട് എടുക്കണം. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. നമുക്ക് കാശ്മീരൊക്കെ പോവാനുള്ളതല്ലേ. കാശ്മീര് പിന്നെ എന്തെന്നാണ് ഡോളി സർവീസ്. ഇതിന്റെ ഡബിളായിരിക്കും കാശ്മീർ. ഇതിന്റെ മുകളിലോട്ട് എത്താനായിട്ട് ഇച്ചിരി ഒന്ന് കയറാനുണ്ട്. പോകുന്ന വഴിക്ക് കുറച്ച് പരിചയക്കാരെയൊക്കെ കണ്ട് സംസാരിച്ച് അങ്ങ് പോയി. പലയിടങ്ങളിൽ. നിങ്ങളൊക്കെ എവിടുന്നാ? മലപ്പുറം, കൊണ്ടോട്ടിക്കാരാ? ഓക്കെ, മലബാറുകാരാ. ഇന്ന് കൊറേ മലബാറുകാരെ കണ്ട്. കോഴിക്കോട്. അയ്യോ, ഷൂട്ടിംഗ് വാലി. ഈ ചാണകത്തിൽ ഷൂട്ട് ചെയ്യണ. അറ്റൻഷൻ. ഇത് നയൻതാര വന്നിട്ട് ഈ ചാണം മുറുക്കി അറിയും. നമ്മള് മൊട്ടക്കുഞ്ഞ് ചാണകക്കുഞ്ഞ് ഒരു മൊത്തം ചാണകം കൊണ്ട് ഗൈസ്. ഷൂട്ടിംഗ് വാലി എന്ന് പറഞ്ഞിട്ട് പക്ഷെ രസമുണ്ട്. നല്ല തണുത്ത കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട് അല്ലേ താരു? താരു എൻ്റെ മൂഡ് മാറി. പക്ഷെ കവിതാക്കൾ മുകളിലേക്ക് കയറി പോയിരിക്കുകയാണ്. ആ ദൂരെയാണ് നിൽക്കുന്നത്.
ടാരു അവന് ഉറക്കം വരുന്നുണ്ടേ. കാറ്റടിക്കല്ലേ. ആ നല്ല സുഖമുള്ള ഇളം കാറ്റുകൾ വരണ. ആ തന്നെ ഉറക്കം തന്നെ. ഓ അവനെ വണ്ടി കൊണ്ടുപോയാലോ, താഴെ പോയാലോ? ശരി മോഡയായി തുടങ്ങി. എന്താ പൊന്നെ ഇത്? അത് അച്ചാച്ച കാണിച്ചേ. ഫ്രണ്ട്സ് എത്തി, കുട്ടൂസന്റെ ഫ്രണ്ട്സ് എത്തി. എന്താ വേണ്ടേ? ആ അവന് ഉറക്കം തന്നെ. നോ പെട്ടെന്ന് താഴെ പോടി വാ. ഇപ്പോൾ ഉള്ളത് ആ ഷൂട്ടിംഗ് സ്പോട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പൈൻ ഫോറസ്റ്റിലാണ്. താരുവാണെങ്കിൽ കാറിൽ കയറിയപ്പോഴേ വൻ കരച്ചിലായിരുന്നു. ഇപ്പോഴും ചെറിയ കരച്ചിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരുടെയും മുഖത്തൊരു സന്തോഷമില്ല. ഷീലുവിൻ്റെ അഭിപ്രായത്തിൽ പൈൻ ഫോറസ്റ്റ് ഇത്രയേ ഉള്ളൂ. വരിക, ഒന്ന് കാണുക, എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഷീലു ദേ ഇവിടെ ഇരിപ്പായി. പിന്നെ അതേ അവിടെ അച്ഛനും മോളും കൂടെ ചെറുക്കനെ ഉറക്കാന്നുള്ള പരിപാടി. താര് നല്ല മൂടല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധികം നേരം നിന്നില്ല. അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അല്ലെങ്കിൽ അവൻ കരഞ്ഞു വിളിച്ച് വേണം വെക്കുകയും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് അടുത്ത സ്പോട്ടിലോട്ട് പോയത്. നമ്മൾ ഉച്ചയ്ക്കത്തെ ട്രിപ്പും മതിയാക്കി റൂമിൽ വന്ന് വേറെ നല്ല പൈൻ ഫോറസ്റ്റൊക്കെ എത്തിയപ്പോൾ ചെറുക്കൻ ഭയങ്കര അടിച്ചതായി. വേണ്ട, അവളും ആകെ വട്ട പിടിച്ച അവസ്ഥയാണ്. പിന്നെ അമ്മയും ആകെ പരുവക്കേടായി. അതുകൊണ്ട് റൂമിൽ വന്ന് അമ്മ റെസ്റ്റ് എടുക്കുക, അമ്മ കിടക്കുക. പിള്ളേരെ കൊണ്ടൊന്ന് ട്രിപ്പ് വന്ന് ഇതായിരിക്കും അവസ്ഥ. അവർക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഉച്ചയ്ക്കൊന്ന് പുറത്ത് പോയി കഴിക്കാൻ പ്ലാനുണ്ട്. നമ്മളിന്ന് എല്ലാവരും ഒരു ഹോട്ടലിൽ പോയി കഴിക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു ഉച്ചയ്ക്ക്, പക്ഷേ നടന്നില്ല. അതുകൊണ്ട് അവർക്കുള്ള ഫുഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് വരും. അതിനുശേഷം ഞാനും ഒന്ന് പുറത്ത് പോയി കഴിക്കും. ആ ടൈമിൽ കൊച്ചിനെ അമ്മയച്ഛനും നോക്കുമായിരിക്കും. ഊട്ടിയിലൊരു ഫേമസ് ബിരിയാണി സ്പോട്ടാണ് ഹൈദരാബാദി ബിരിയാണി ഹൗസ്. അവിടേക്കാണ് ഞങ്ങൾ പോയത്. ഒരു 3 മണി കഴിഞ്ഞ നേരത്താണ് ഞങ്ങൾ കയറി ചെന്നതെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഇവർ രണ്ടുപേരും നമ്മുടെ പരിചയക്കാരാ. പേരെന്താ? ഇസ. പേരെന്താ? ഐറൻ. ഫ്രണ്ടാ അത്? നാണം വന്ന് ഓടുന്നു. ഞാൻ മിക്സ് പറഞ്ഞിട്ട്. ഇതാ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. 2 മട്ടൺ ബിരിയാണി, മട്ടൺ ഫ്രൈ, പിന്നെ ചിക്കൻ 65. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് റീല് പറഞ്ഞിട്ടുള്ള ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. വൈകിട്ട് ഒരു 5 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വന്നു. ഇതാണെങ്കിൽ ഒരു 6-6.5 ആകുമ്പോൾ അടയ്ക്കുകയും ചെയ്യും. 100 ഇവിടെ 75 100 ഇവിടെ 100 ടിക്കറ്റ് അല്ലേ? ബാക്കിയുള്ള എല്ലായിടത്തും 75. ഷീലുവിൻ്റെ നഗരം. ഷീലുവിനെ എല്ലാം കാണാനുള്ള. നീ എഴുപനാ ചെറിയ തത്തുമ്മാ പാര പൊന്നെ തത്തുമോ. ഇതാണ് മനോഹരം. ക്ലാസ് തുടങ്ങി. ഷീലു ക്ലാസ് തുടങ്ങി. അമ്മയ്ക്ക് ഇപ്പോഴാണൊന്ന് തെളിച്ചം വന്നത് മുഖത്ത്. ഒരു ചെറിയ തെളിച്ചമുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു 18 ഇപ്പോൾ ടെമ്പറേച്ചർ. ഷീലുവിനെ കണ്ടെന്നൊക്കെ മനസ്സിലാവും എത്രത്തോളം തണുപ്പുണ്ടെന്ന് ആ മുഖത്തുണ്ടത്. പക്ഷെ ഇതൊന്നും അറിയാത്ത താരു തണുപ്പ് എന്താന്ന് പോലും നമുക്കറിയില്ല. തണുപ്പോ? അതെന്താ?
കാര്യം നമ്മൾ ഫുൾ ടൈം ഇതൊന്ന് ചിലപ്പോൾ ചെറുതായിട്ടൊന്നും അറിയും കേട്ടോ. റോംബർ ഇട്ടിട്ടില്ല. റോംബർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ആദ്യം നമ്മളൊരു ഫേൺ ഹൗസ് കാണാനാണ് കയറിയത്. ഇവിടെ നമുക്ക് അത്ര പിടിച്ചില്ല. ഇതെല്ലാം കാണാൻ ഒരേപോലെ ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും അവിടെ ഒന്ന് നിൽക്കണേ. അവിടെ പിടിച്ചോട്ടല്ലേ. ടാനുവിൻ്റെ ഫാൻസ്. ഇവിടുത്തെ കാലം ചിരി പുത്തമ്പലിക്കരുണ്ടെന്നാണ് അമ്മ പറയുന്നത്. ഏതാണ് അമ്മ? അമ്മ പക്കം കുറഞ്ഞ പറഞ്ഞു. ഇത് കൊള്ളാം. എടുത്തോ. ഇവിടെ ആരെ ശീലിനോട് ചോദിക്കുന്നത് നമുക്കൊന്നും അറിയണമല്ലോ. അമ്മ വീഡിയോ എടുക്കുന്നുണ്ട്, വേറെ ഫോട്ടോ എടുക്കുന്നുണ്ട്, വേറെ ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുക. അതിൻ്റെ ഗ്രീഷ്മേൽ ബോസ് അല്ലേ, ഗ്രീഷ്മ ബോസ്. ഇത് നിന്റെ അടുത്ത് ആരാ ചോദിക്കാമെന്ന് പറഞ്ഞ ഉമ്മ പറഞ്ഞിട്ട് ഇതില് അതിന് വേറെ ആരെ കയ്യിലും പോണ്ട. ഇതുപോലത്തെ പാർക്കിലൊക്കെ വരുമ്പോൾ പ്രണയിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പ്രണയിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. ഫുൾ ടെൻഷൻ. അവൻ ഏത് നിമിഷം പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു മൈൻഡ്. അമ്മയ്ക്കാണെങ്കിൽ ഇരുട്ടും തോറും തണുപ്പാവുന്നെന്നുള്ളൊരു പേടി. അമ്മയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, കാണുക അങ്ങനെയൊന്നുമല്ല. ബക്കറ്റ് ലിസ്റ്റ് കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. പോയി എന്ന് പറയാൻ വേണ്ടി പോകണം. ഇത് കണ്ടോ, ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഇത് മറ്റാരും ഒരു ശീലമാണ്, തണുത്ത് വരച്ചിരിക്കുന്ന ശീലം. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ ഉണ്ട്. നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ നിന്നൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഞങ്ങളാകെ കുറച്ച് ചോക്ലേറ്റ്സ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ കൊച്ചിന് കളിക്കാനായിട്ട് ഒരു കിലുക്കും ഒരു മൗത്ത് ഓർഗനും. ഇപ്പോൾ തലവേദന ആയിട്ടുണ്ട്. ഇപ്പോൾ കിളിക്കൊണ്ടിരിക്കണം. അപ്പോഴും കിളിക്ക് നിർത്തി അപ്പം കരച്ച് വിടണം നമ്മൾ. എന്ത് പറ്റി തട്ടും ഞാൻ പറ്റോ. പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഇറങ്ങണം. അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ഊട്ടി ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ട്രിപ്പ് അത്യാവശ്യം അടിപൊളിയൊക്കെ ആയിരുന്നു. തണുപ്പടിച്ച പ്രശ്നമുള്ള അമ്മ, വിശന്ന് കഴിഞ്ഞാൽ കരയുന്നതാരും, അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ട്രിപ്പ് വളരെ മനോഹരമായിരുന്നു. അത് വീണ്ടും വന്നിട്ടുണ്ടാരും. നോക്കാം. വന്നിട്ടുണ്ട് ടാരു വന്നിട്ടുണ്ട്. എന്താണ് അപ്പൻ്റെ അമ്മൂരെ കൂടെ ഇരുന്നൂടെ? ചിരിക്കുന്നു. വേണ്ട നീ, എന്താ നിന്റെ പ്രശ്നം? പോണ്ടേ നമുക്ക്? പാല് കുടിക്കാൻ പറഞ്ഞാ നീ താരി വിളിച്ചു പാടാ. അവനെ എന്റർടൈൻ ചെയ്യുക, എന്തൊക്കെ ചെയ്യണം. അങ്ങനെ ഗ്രീഷ്മ വന്നു. ശരി നേരത്തെ കൂട്ടി കയറി. താരുവും വെളിച്ചപ്പാടും കയറാൻ പോവുകയാണ്. അവർ കയറുന്നു. നമ്മളിതാ ഇനി നേരെ എറണാകുളം. നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ?
അടിപൊളി. നമ്മൾ മാക്സിമം റൂമിൽ തന്നെ ഇരിക്കുന്നത്. എന്താ വിഷ്ണു തുടങ്ങിയിട്ടുണ്ട്, പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനി നാട്ടിൽ പോകാൻ എൻ്റെ നാട്ടിൽ ട്രിവാൻഡ്രം പോകേണ്ട ഒരു പരിപാടിയുണ്ട്. എൻ്റെ ചോറുകൊടുപ്പും കാര്യങ്ങളൊക്കെയാണ്, അത് വഴിയെ പറയാം. അതിനുശേഷം നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ട്. ഇന്റർനാഷണൽ ട്രിപ്പ് വിത്ത് താരു ആൻഡ് ഗ്രീഷ്മ. അതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്. മസനഗുഡി വഴി ഊട്ടി പോകുന്ന പോലെ താരുവും ഗ്രീഷ്മയും പിന്നെ ഞാനും, വേറെ ആരുമില്ല. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. സോ അപ്പം ശരി, ഞങ്ങൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ ഉടനെ വരാം. അതുവരെ ടാറ്റാ.